സിറിൽ ജമുനയെ കാണാൻ വരുന്നു. ഇഷ എവിടെയുണ്ടെന്നറിയാതെ താൻ കൊച്ചി വിട്ടു പോകില്ലെന്ന് പറഞ്ഞ് ജമുനയെ ഭീഷണിപ്പെടുത്തി പോകുന്നു. നിന്നെ തേടി അവൾ വരാതിരിക്കില്ല, വരും. അതുകൊണ്ട് നിന്റെ പിന്നാലെ ഞാനുണ്ടാവും. നീ അവളെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരും വരെ. ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തുന്ന ശ്രുതി. ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ശ്രുതിക്ക് ജമുനയുടെ ഫോൺ വരുന്നു. സിറിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ശ്രുതിയോട് പറയുന്ന ജമുന. നിനക്ക് തോന്നുന്നുണ്ടോ അവന്റെ വാക്കുകളിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന്? ഞാൻ ഗർഭിണിയാണെന്നറിയുന്ന ആ നിമിഷം അവന്റെ സ്വഭാവം മാറും. അരുൺ തോമസിന്റെ ഓഫീസിൽ ആദ്യമായി ജോലിക്ക് പോകുന്ന ശ്രുതി. അരുൺ തോമസ് ശ്രുതിക്ക് ഓഫീസിൽ ഉജ്ജ്വല സ്വീകരണം നൽകുന്നു. ഇനി തുടർന്ന് കാണുക. പാടോ, തൊട്ടടുത്താണ് തന്റെ ക്യാബിൻ. ഇരിക്കട്ടെ? ഇരിക്കും മാഡം. നമ്മൾ രണ്ടാളുടെ ഒരേ മനസ്സ് ശരീരമായിട്ട് നമുക്കൊരു ഡ്രീം ഉണ്ടാക്കട്ടെ. എന്ത് ഡ്രീം? ഹലോ ഹലോ, എന്തപ്പോൾ ഇത് വർക്ക് ചെയ്യണില്ല? നമുക്ക് ഒരു നാഷണൽ ലെവലിലെ കമ്പനി ആക്കാന്ന്. നമ്മുടെ ഡ്രീം കൺസ്ട്രക്ഷനെ കൂടെ നിൽക്കലോടോ. ഷുവർ സർ. നാഷണലി റെപ്യൂട്ടഡ് കമ്പനിയായിട്ട് നമുക്കിതിനെ മാറ്റണം. അത് മതിട്ടാ. ഈ ഒരു ഒറ്റ വാക്ക് മതിയെന്ന് ഒരാളുടെ ജീവിതം ഇങ്ങനെ മാറി മറിയാൻ. ദാ ഐശ്വര്യമായിട്ട് ഒരു ഒപ്പം അങ്ങോട്ട് ഇട്ടിട്ട് തുടങ്ങിക്കോ. ദാ ഒപ്പിടറോ. നമുക്ക് ഒരു ചേഞ്ച് ഇല്ലേ? എന്താ സർ? അല്ല, ഈ ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈലില്. പക്ഷെ സാറിന് കുറച്ചുകൂടെ ചേരുന്നത് മുമ്പത്തെ ടൈപ്പ് ഡ്രസ്സാ. മതി, അത് മതിട്ടാ. നമ്മള് അത് കണ്ടിന്യൂ ചെയ്യടോ. എന്തേ താൻ സൈൻ ചെയ്യടോ. ഒപ്പിട്ടോ. ടെൻഷൻ ആവണ്ടോ. ഒരു കുഞ്ഞിഷക്കുട്ടി ഇപ്പൊ ഉള്ളിലുണ്ടട്ടാ. അതിമ്മക്കറിയാം. സ്ട്രെയിൻ വേണ്ടട്ടാ. അല്ല, ചോദിക്കാൻ പറ്റൂലോ, മെഡിസിൻസ് ഒക്കെ കൊണ്ടുവന്നിണ്ടാ? രാവിലെ തിരക്കിനിടയിൽ അത് എടുക്കുന്ന കാര്യം വിട്ടുപോയി. ഇതപ്പൊ നന്നായേ. എന്തൊട്ടും മറവിയാടോ. ജോസഫേ, ആ നീങ്ങി വന്നേ. നമുക്ക് എടുപ്പിക്കാന്നേ. ആ ജോസഫേ, ഈ കുട്ടി മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ലടാ. വേഗം കാറെടുത്ത് നീ കുട്ടിയുടെ വീട്ടിൽ ചെല്ലണം. നിനക്കറിയാലോ. നീ വേഗം പോയിട്ടോ. സാർ അതൊന്നും വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും നടക്കില്ലട്ടാ. മരുന്ന് സമയത്തിന് കഴിക്കണം. സമയം തെറ്റിയത് ശരിയാവില്ല. ആ ജോസഫേ, ഇന്നു മുതൽ എന്റെ കാര്യം നോക്കണ പോലെ ഈ കുട്ടിയുടെ കാര്യം നോക്കണട്ടാ. ഓക്കെ സർ. ഒരു പരാതിയും കേൾക്കരുത്. ഇല്ല സർ. എന്റെ മറ്റടുത്ത സ്വഭാവം ഇവിടെ കാണിക്കരുതട്ടാ. മടക്കടാവാണ്. പൊന്നു പോലെ നോക്കാം സർ. എന്തുട്ടാ നീ പറഞ്ഞേ? അല്ല, പൊന്നു പോലെ. പൊന്നു പോലെ നീ നോക്കണ്ട. ക്യാബിൻ കാണിച്ചു കൊടുക്ക്. ശരി സർ. ഓക്കെ ശ്രുതി, ഓൾ ദി ബെസ്റ്റ് ട്ടാ. താങ്ക് യു. ആ പൂ നീ എവിടെ കൊണ്ടുപോണു? അവിടെ വരും മാഡം. അതാണ് ക്യാബിൻ. ഇതാണോ ആള്? ആ ഫയലിങ് തന്നേക്ക്. പ്ലീസ് കം. അപർണ, ഓക്കെ സർ. ചെല്ലു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? അരുൺ സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ. ഐ എം ശ്രുതി അരവിന്ദ്. സോറി മാം, പെട്ടെന്ന് ഓർത്തില്ല. എൻ്റെ പേര് അപർണ. ഞാനായിരുന്നു ഈ ക്യാബിനിൽ ഇത്രയും കാലം. ഓ, ഐ സി. ഇരിക്കൂ. താങ്ക് യു മാം. അപ്പോൾ അതിന്റെ ബാക്കപ്പ് ഒക്കെ ഒന്ന് ബ്രീഫ് ചെയ്യണം. ഷുവർ മാം. മാമിൻ്റെ നാട് എവിടെയാ? എവിടെയല്ല, ട്രിവാൻഡ്രം. ഹസ്ബൻഡ് അബ്രോഡ് ആണോ?
അദ്ദേഹത്തിന്റെ പേരാവുമല്ലേ അരവിന്ദ്? അല്ല, അച്ഛൻ്റെ. സോറി മാം, സാധാരണ കല്യാണത്തിന് ശേഷം ഹസന്റെ നെയ്മാളിൽ ഇടുക. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ബയോഡേറ്റയിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വേറെന്തെങ്കിലും ഉണ്ടോ? നോ മാം, ഇന്നത്തെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഇതിലുണ്ട്. ഓക്കെ. ഓക്കെ. അഴകിയ രാവണൻ തീറ്റിക്കാണല്ലോ. എന്താണ് വെള്ളം വേണം? വേണ്ട സർ. നോക്കണം, നോട്ടണ്ട. ഡോ, സമയത്തിന് ഭക്ഷണം കഴിക്കണം, നേരത്തിനും കാലത്തിനും മരുന്നും ഗുളിയൊക്കെ കഴിക്കണം കേട്ടാ. ഇതൊക്കെ ഇനി ആര് പറഞ്ഞു തരാനാണ്? വാശി ഇപ്പം ഇതിനോടൊന്നും വേണ്ട കേട്ടാ. ദേ, ജീവനും ആരോഗ്യം ഉണ്ടെങ്കിലേ വാശിക്കും പ്രതികാരത്തിനൊക്കെ അർത്ഥമുള്ളൂ. താൻ വേഗം അങ്ങോട്ട് കഴിച്ചേ. എനിക്കൊന്നും വേണ്ട സർ, വിശക്കുന്നില്ല. ഹേയ്, പറ്റണം. പറ്റണ്ടെന്താ? താൻ അങ്ങോട്ട് കഴിച്ചേ. തനിക്ക് ഒരാൾക്കല്ലേട്ടാ, രണ്ടാൾക്കുള്ള ഭക്ഷണമാണ്. ഇത് ഏത് മാറണം ഇപ്പോ? താൻ ആ ഫോൺ മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചേ. സബിതേച്ചിയാ? ആ, വിത കൊയ്യാൻ കാത്തിരിക്കണ പച്ചക്കിളിയാ? എടുത്തെടുത്തോ. ആ ചേച്ചി. ആ ശ്രുതി, നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചോണ്ടിരിക്ക. എന്താ ചേച്ചി? സുദീപിന്റെ കല്യാണത്തിന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ശ്രുതിയും കൂടി വാ ഞങ്ങളുടെ കൂടെ. അയ്യോ ചേച്ചി, നിങ്ങൾ പോയാൽ മതി, എനിക്കിവിടെ അല്പം തിരക്കുണ്ട്. ശ്രുതിയും കൂടി വാ ഞങ്ങളുടെ കൂടെ പ്ലീസ്. ശ്രുതി, നീ ആ ഫോണിങ്ങതാ. ശ്രുതി, നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ, ഒരു ഒഴിവും പറയണ്ട. അരുൺ തോമസിനോട് ഞാൻ പറഞ്ഞോളാം, 4 മണിക്ക് ഞങ്ങളെ എത്തും. റെഡിയായി നിൽക്കണേ. അല്ല രവി, പറയുന്നത് കേട്ടാ മതി. എന്തേ? സുദീപിന്റെ കല്യാണത്തിന് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കണമെന്ന്. അതെനിക്ക് പെരുത്ത് ഇഷ്ടായിട്ടാ. കാമുകന്, അതായത് വയറ്റിലെ കൊച്ചിന്റെ തന്തയുടെ 2ാം കെട്ടിന് കാമുകിയെ കൊണ്ട് തന്നെ താലിമാല വാങ്ങിക്കുന്നതിന്റെ ബുദ്ധിയും ഇതൊക്കെ ആ മുടിയന്റെ ബുദ്ധിയാട്ടാ. ആളുടെ വക്രബുദ്ധിയെല്ലാം ആ മുടിയിലെ കൂടിയിരിക്കണം തോന്നും. അതങ്ങോട്ട് മുറിച്ച് വല്ല മൊട്ടച്ചി പെണ്ണുങ്ങൾക്കും തിരുപ്പനെ കൊടുത്താലേ. രവിയേട്ടനൊരു പാവ. താനിതെടുത്ത് കഴിക്കടോ. ഇതാണ് തന്റെ കുഴപ്പം. തന്നെയൊക്കെ ആരെങ്കിലും പഴപ്പിച്ചെന്നേ വായിൽ വരുള്ളൂ, പറ്റിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മോരും കാടിയും തിരിച്ചറിയാത്ത പശുവായി പോലുള്ളൂ താൻ. അവർ തന്നെ എന്തിനെങ്ങനെ സ്നേഹിച്ചു കൊള്ളണേ? തന്നെ അങ്ങോട്ട് കുഴിപ്പിച്ച് ജേഴ്സി പശുവാക്കനാ? അല്ലല്ലോ, തൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാമധേനുവിനെ പ്രസവിച്ച് കിട്ടാൻ വേണ്ടിയല്ലേ? പിന്നെ എന്തിനാണോ തനിക്കത്ര പുന്നാരോ അവരോട്? ഓ, ഇനി അതിലൊരു സെന്റിമെന്റ്സ് ഉണ്ടല്ലോ. കാമുകനായ ചതിയന്റെ കുഞ്ഞിനെ സ്വന്തം അച്ഛന്റെ ചേട്ടനെയും ചേട്ടത്തെയും മുത്തച്ഛനെയും മുത്തച്ഛയൊക്കെ ഏൽപ്പിച്ച് ചാരിത്രം തെളിയിക്കാനാ? സാർ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞിനെ അവർക്ക് കിട്ടിയ താൻ പുറത്തട്ടെ. പിന്നെ തൻ്റെ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ താൻ ആ പടി കയറിയ ശാന്തസ്വരൂപരെന്ന് താൻ പറഞ്ഞ ആ മുനിയുണ്ടല്ലോ, മുടിയാട്ടം നടത്തും അവിടെ ശിവതാണ്ഡവം. ഡോ, നമ്മുടെ ലക്ഷ്യം അവരുടെ കല്യാണം മുടക്കല. എന്തേ താനിതെടുത്ത് കഴിക്കാം. കഴിക്കടോ. ഇത് നമ്മുടെ ഇട്ടിച്ചൻ്റെ മകൻ്റെ പ്ലാനാണ്. ഒരു കൊച്ചു ബംഗ്ലാവട്ടെ. മകനങ്ങ് US ന്യൂജേഴ്സിയിൽ. ഈ കാർന്നവർക്ക് ആകെ സംശയ, തൊട്ടനും പിടിച്ചനൊക്കെ. നമുക്കിതിന്റെ ബഡ്ജറ്റ് ഷീറ്റൊക്കെ ഇതിനോടൊപ്പം ഉണ്ടല്ലോ. A to Z ഇതിലുണ്ട്. അതാണ് നമ്മുടെ വിജയം. ഇട്ടിച്ചനൊന്ന് ക്ലിക്ക് ചെയ്താ ജാതകം മുഴുവൻ എങ്ങിയാ പോരും. താനിതൊന്നും കണ്ട് വറീഡാവുണ്ടോ? എല്ലാം ഗ്രാജുവലി ഓക്കെ ആവും. ആകെ ഒരു ടെൻഷൻ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. എക്സ്ക്യൂസ് മീ സർ. എന്താടോ? സാറിനെ അവര് കാണാൻ വന്നിരിക്കുന്നു. ആരാത്? രവി സാറും സബിതേച്ചിയും. വരാൻ പറയടോ. സർ. ഡോ, തന്റെ വീട്ടുകാരൊക്കെ വന്നു തുടങ്ങിയല്ലോ. ആ രവിട്ടാ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇരിക്കട്ടാ. നിങ്ങളുടെ ഓഫീസൊക്കെ ഒന്ന് കാണാന്ന് കരുതി. അതിനെന്താ, കാണാലോ. ജോസഫേ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കടാ. ശരി സർ. ഇന്ന് പർച്ചേസിംഗ് ആണെന്ന് കേട്ടു. കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ. സുദീപ് എന്നാ വരിക? 12-ന് എത്തും. 12-ന് കാത്തിരിക്കാണ്.
ഞാൻ റിസീവ് ചെയ്തോളാം എയർപോർട്ടിൽ നിന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അരുൺ? ഏയ് എന്ത് ബുദ്ധിമുട്ട്, നമ്മുടെ അവകാശമല്ലേ ഇത്, അല്ലേ ശ്രുതി? എങ്ങനെയുണ്ട് ശ്രുതി പുതിയ ഓഫീസൊക്കെ? കംഫർട്ടബിൾ ആണ് രവി സർ. ജോലിയുടെ ഒരു രീതി കുറച്ച് ടെൻഷനാണ്. പുതിയൊരു അസൈൻമെന്റ് ആണല്ലോ. ശ്രുതിക്ക് യാതൊരു ടച്ചും ഇല്ലാത്ത മേഖലയല്ലേ? സത്യത്തിൽ ശ്രുതി പറഞ്ഞിരുന്നെങ്കിൽ രവിയുടെ കെയർ ഓഫിൽ നമുക്ക് നല്ലൊരു IT ഫീൽഡ് തന്നെ നോക്കായിരുന്നു. തീർച്ചയായിട്ടും. അതിനിപ്പോ ശ്രുതി നമ്മളെ അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. നമ്മളേതോ കഴുകന്മാരെ പോലെ ശ്രുതിയെ പിന്തുടരുമെന്നാണ് ശ്രുതിയുടെ ഒരു വിചാരം. അത് അങ്ങനെയല്ല രവി സർ. മനസ്സിന്റെ ഓരോ അവസ്ഥകളുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്കേ മനസ്സിലാക്കാൻ പറ്റൂ. ശ്രുതി, നമ്മളിപ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാട്ടോ. സുദീപനും ജയസുതിക്കും. പുതിയ പിള്ളേരുടെ ടേസ്റ്റ് ഞങ്ങളെക്കാളും നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയാ. പൊടിമോന്റെ കല്യാണ ഡ്രസ്സൊക്കെ ശ്രുതി സെലക്ട് ചെയ്യണം കേട്ടോ. ഞാനിക്കാര്യം പൊടിമോനോട് പറഞ്ഞപ്പോ തന്നെ അവൻ ഇങ്ങോട്ട് പറയാ, ശ്രുതിയുണ്ടല്ലോ പിന്നെ ഏട്ടത്തി എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന്. അപ്പോഴാ ഞാൻ ശ്രുതിയുടെ കാര്യം ഓർത്തത്. ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഇന്ന് ഡ്രസ്സ് മാത്രം എടുത്ത് അവസാനിപ്പിക്കാം. എനിക്ക് സുദീപിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. സബിതയെടുത്തി തന്നെ സെലക്ട് ചെയ്താൽ മതി, ഞാൻ കൂടെ നിന്നോളാം. ഞാൻ അക്കാര്യത്തിൽ തീരെ മോശം ശ്രുതി. ഒരു കർച്ചീഫ് സെലക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇതൊക്കെ രവിയുടെ സെലക്ഷൻസാ. ഇതിൽ ഞങ്ങൾ രണ്ടുപേരും മാറി നിൽക്കാണേ. പൂർണ്ണമായിട്ട് ശ്രുതിക്ക് വിട്ടുതരിക. പൊടിമോനൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിക്കോട്ടെ, അല്ലേ? എന്താ സബി? പിന്നല്ലാതെ ഞങ്ങളെ പോലും കാണിക്കണ്ട, പാക്ക് ചെയ്തങ്ങ് വാങ്ങിച്ചോണം. എന്താ ശ്രുതി, ഓക്കെ അല്ലേ? അച്ഛാ, ഇത് കൊള്ളാമോ? മോൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. അതെ, ഇതെങ്ങനെയുണ്ട്? ഇതെന്തുവാ? പറ്റിയ ആളോടാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആ ഫോണെടുത്ത് അവരെ വിളിക്കേ. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യ ഇവിടെ? ഞാൻ അപ്പോഴേ പറഞ്ഞത് ആരെയും കൂട്ടണ്ടാന്ന്. അവർക്ക് വേണ്ടത് അവര് തന്നെ വാങ്ങിച്ചോളൂല്ലേ. ആ രവി, നിങ്ങൾ എവിടെ എത്തി? അല്ല, ഇത് സുദീപിന് ഇഷ്ടാവോ? പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു. നിനക്ക് ചേരുന്നുണ്ട്. അച്ഛന്റെ കടപ്പാടം വിൽക്കേണ്ടി വരുമോ മോളെ? എന്ത് വിറ്റാലും വേണ്ടില്ല, എനിക്കൊരു പട്ടുസാരി എടുക്കണം. ആ തെക്കേലെ രമണി ഡോക്ടറെ അന്ന് കല്യാണത്തിന് കൊടുത്ത പോലത്തെ ഒരു സാരി, അതുപോലെ ഒരെണ്ണം. രമണി ഡോക്ടറുടെയോ? എത്ര രൂപയാകും? അത് അത്ര വലിയ വിലയൊന്നുമല്ല. ആ ഡോക്ടർ വാങ്ങിച്ചപ്പോ 45,000 മറ്റോ ആയിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞു കാണും. 45,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ KSRTC ബസ് ഞാൻ ലാഭത്തിൽ ഓടിച്ചാനല്ലേ മോളെ? സർക്കാരാണെങ്കിൽ പ്രതിസന്ധിയിലാ. നമ്മളിങ്ങനെ കണക്കില്ലാതെ ദൂർത്തടിക്കല്ലേ ജലജെ. ബസ്സിൽ ബാലൻസ് കൊടുക്കാതെ കക്കുന്ന കാശില്ലേ, അതങ്ങ് സേവിച്ചാ മതി. നിങ്ങളുടെ നഷ്ടം തീരും. ദാ വരുന്നുണ്ട്. ഈ സഭ്യതയ്ക്ക് ഇത് എന്തിന്റെ കേടാ? കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുക. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. മിണ്ടിപ്പോരെന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നു. ഇവളുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. രണ്ടുപേരോട് ഇങ്ങനെ തുടങ്ങല്ലേ പ്ലീസ്. എന്തൊക്കെയുണ്ട് ഭാനുവേട്ടാ? ചേച്ചി, നല്ലത് തന്നെ. ആ ശ്രുതി മോളെ, അയ്യോ മോളും ഉണ്ടായിരുന്നോ? മിടുക്കിയായിരിക്കുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചതാ. വാ, നമുക്ക് ആ പട്ടുസാരി സെക്ഷനിലേക്ക് ഒന്ന് പോവാം. വാ, ഇതെടുക്കല്ലേ? നിനക്ക് നല്ല സെലക്ഷനൊക്കെ അറിയാലോ. നല്ല പട്ടുസാരി നോക്കി എനിക്കൊരെണ്ണം വാങ്ങിച്ചു തരണം കേട്ടോ. കൊച്ചേ, നിന്റെ ഭർത്താവ് ഇവിടുത്തെ കല്യാണത്തിന് മുമ്പെങ്ങാനും വരുവോ? അതോ
അങ്ങനെ ഒരാളില്ലയോ? സബിതയും ഭർത്താവിനെയും പറ്റിച്ചോണ്ട് നടക്കുകയാണോ? ആ വീട്ടിൽ നീ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ലല്ലോ. ജലജേച്ചി, പട്ടുസാരി നോക്കണമെങ്കിൽ താഴേക്ക് പോണം. ആ, അതാ ഞാനും പറഞ്ഞോണ്ടിരുന്നേ. മോള് തന്നെ സെലക്ട് ചെയ്ത് തരണോന്ന്. സെലക്ഷനിൽ മിടുക്കിയ ശ്രുതി ഇപ്പോ ഡ്രീം ഹൗസിലെ പ്രധാന ആളാ. ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. ആഹാ, അപ്പൊ അതിന് ചെലവുണ്ടല്ലോ. ഇനി വാ ശ്രുതി, എനിക്കൊരു നല്ല പട്ടുസാരി സെലക്ട് ചെയ്യണം കേട്ടോ. സുദീപായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ആ യെസ്, സുദീപ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് വരുമെന്ന് പറഞ്ഞു. സിറിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെ, അന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്നായിരുന്നു. ആക്ച്വലി ബാംഗ്ലൂർ ഞങ്ങൾ 2 സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഒരേ ക്യാമ്പസിലാണെന്ന് മാത്രം, ഒരേ ഫ്ലാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ഞാൻ സുദീപിന്റെ ഉഡ്ബിയുടെ അച്ഛനെ പരിചയപ്പെടുത്താം. ഭാനുട്ടാ, ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഡ്രസ് എടുക്കാനായിട്ട് വന്ന കല്യാണം പ്രമാണിച്ച്. നീ അധികം ദിവസമൊന്നുമില്ലല്ലോ. ഹലോ പൊടിമന്റെ ഫ്രണ്ട്. ഹായ്, ഐ എം സിറിൽ, സുദീപിന്റെ കൊളീഗാ ബാംഗ്ലൂരിൽ. ആ യെസ്. ആ, ഇനിയിപ്പോ കല്യാണം വരികയല്ലേ, ഞങ്ങൾ ഒരുമിച്ച് പോരാൻ ടീമായിട്ട്. നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി വേട്ടാ. ഓക്കെ ഓക്കെ, ഞാനുണ്ടാവും. തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു. ആരായിരിക്കും? സൗദേ, സൗദേ, ആരാ വന്നിരിക്കുന്നത്? മോളാ, ശ്രുതി മോളാ. മോളെന്താ ഒറ്റയ്ക്ക്? അവരെല്ലാവരും എന്തേ? നല്ല സുഖം തോന്നിയില്ലമ്മേ, ഞാനിങ്ങ പോന്നു. എന്തു പറ്റി മോക്ക്? നല്ല സുഖമില്ലാന്ന്. ഓഫീസിൽ നിന്ന് മോളെ വിളിച്ച് തുണിയെടുക്കാൻ പോകുന്നാണല്ലോ അവര് പറഞ്ഞത്. രവിയും സബിതയും എന്തിയെ? അവരൊക്കെ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കില. ആ ജലജയും മോളും വന്നിട്ടുണ്ടില്ലേ? അവരവിടെ ഉണ്ട്. ചുമ്മാതല്ല മോളിങ് പോന്നത്. മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റുമോ അവളടുത്ത്? നാവിന് എല്ലില്ലാത്ത ജന്മങ്ങള്. ഈ വയ്യാത്ത കൊച്ചിനെ കൊണ്ട് പോവണ്ടെന്ന് ഞാൻ രവിയുടെ സബീരെ അടുത്ത് പറഞ്ഞതാ. പൊടിമോൻ ഇപ്പൊ വരില്ലേ? അപ്പൊ എല്ലാവർക്കും കൂടെ ഒരുമിച്ചങ്ങ് വാങ്ങിക്കാൻ പോയാ പോരായിരുന്നോ? ആ പാവം കൊച്ചിന്റെ അടുത്ത് എന്തെങ്കിലും ആഭാസങ്ങൾ വിളിച്ചു പറഞ്ഞു കാണും. ആ പെങ്കൊച്ചിനേക്കാളും നല്ല ചേർച്ചയായിരുന്നു ഈ സുതിമോള്. എന്തൊരു ഐശ്വര്യ കുട്ടിക്ക്. സത്യം പറയാമല്ലോ സൗദേ, എനിക്കും തോന്നിയിട്ടുണ്ട്.
നമ്മുടെ പൊടിമോൻ നല്ല സിമ്പിളനല്ലേ, എന്ത് ചെയ്യാനാ, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്.